ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതായത് ചെടികൾ ഏത് പൂക്കാത്ത ചെടികളും പൂക്കും, അതുപോലെ നല്ലപോലെ തളിർത്ത് നല്ല ശക്തിയോടെ വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ് ഈ ഫെർട്ടിലൈസർ എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഉലുവയാണ് ഉലുവായും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരടിച്ച റോസൊക്കെ നല്ല തഴച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വരുന്ന ഒരു കീടബാധകൾക്ക് വാട്ടരോഗങ്ങൾക്കൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഉലുവ എടുത്ത് നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു 24 മണിക്കൂർ നേരം അത് വെള്ളത്തിൽ നല്ലതുപോലെ സോക്ക് ചെയ്ത് കിടക്കാൻ അനുവദിക്കാം. ഉലുവയുടെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഈ ഉലുവ എടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് നല്ല ഒരു ജ്യൂസ് പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം അരിച്ച് എടുക്കുക. ഇത് കൊണ്ടുപോയി നമുക്ക് സ്പ്രേ ചെയ്ത് നമ്മുടെ റോസ് ചെടികൾക്ക്, ചെമ്പരത്തിക്ക്, ഒട്ടുമിക്ക പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, പൂക്കാത്ത ചെടികളൊക്കെയും പൂക്കാൻ ഇത് സഹായിക്കും. അതായത് റോസൊക്കെ പെട്ടെന്ന് നല്ലതുപോലെ പൊട്ടിക്കിളിച്ച് വരും. ഇതൊക്കെ നടാൻ വാങ്ങി വെച്ചിരിക്കുന്ന റോസാണ്. ഇങ്ങനെ ഞാൻ കവറിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നീട് എടുത്ത് മാറ്റി തറയിലേക്ക് നട്ടു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ റോസിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുരടിപ്പ് മാറി, അതുപോലെ തന്നെ നല്ലപോലെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് തഴച്ചു വളരാൻ ഇത് സഹായിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഓൾറെഡി ഒരു 24 മണിക്കൂറോളം ഇത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. ഈ വെള്ളം കൊണ്ടുപോയി നമുക്ക് സ്പ്രേ ചെയ്തും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും തളിച്ചും ഒക്കെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് നല്ലതുപോലെ ഇതിൻ്റെ ഒരു ജ്യൂസാക്കി എടുത്തതിന് ശേഷം അരിച്ച് നമുക്ക് ചെടികൾക്ക് ചുവട്ടിലും ഒക്കെ തളിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്ററിലേക്ക് 1/2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. കുതിർത്തതിന് ശേഷം നമുക്കത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ടോട്ടൽ നമുക്കൊരു 1.5 ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അതായത് 1/2 ലിറ്റർ നമ്മളതിൽ മുഴുവൻ സോക്കായി കിടന്നതും അതല്ലാതെ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ചെടികൾക്ക് വേണ്ടി ആവശ്യത്തിനുള്ള പൊട്ടാഷ്യമുണ്ട്, അതുപോലെ ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ പല ആൻറ്റി ഓക്സിഡൻസുകളും ഫ്ലാവിനോയിഡുകളും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ലൊരു ബൂസ്റ്റപ്പാണ്. നല്ലതുപോലെ തഴച്ചു വളരാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ ഉലുവായ്ക്കുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ ഈ ഉലുവായും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ്. ഇത് നിങ്ങൾ മുരടിപ്പുള്ള റോസിനും ചെമ്പരത്തിക്കും ഒക്കെ ഇതൊന്ന് നിങ്ങൾ തളിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ. See you next video. പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.